കമൽഹാസൻ നോമിനേഷൻ കൊടുക്കുകയാണ്. അതിലേക്ക് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി കമൽഹാസൻ നോമിനേഷൻ കൊടുക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. DMK സ്ഥാനാർത്ഥിയായി കമൽഹാസൻ നോമിനേഷൻ കൊടുക്കുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഈ വാർത്തയിൽ ചേരുകയാണ്. ഇപ്പോൾ ശ്രീജിത്ത്, കമൽഹാസൻ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. DMK സ്ഥാനാർത്ഥിയായി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തഗ് ലൈഫിന്റെ റിലീസിന് ശേഷം കൊടുക്കാം എന്ന് നേരത്തെ അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ കാര്യങ്ങൾ വരികയാണ്. അദ്ദേഹം നോമിനേഷൻ സമർപ്പിക്കുന്നു. ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ കമൽഹാസൻ DMKയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏത് തരത്തിലാണ്? ലക്ഷ്മി, DMK പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ കമൽഹാസൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്നത് 6 രാജ്യസഭാ സീറ്റുകളാണ്. അതിൽ 4 സീറ്റുകൾ DMK മുന്നണിക്ക് ജയിക്കാൻ കഴിയും. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഈ കമൽഹാസൻ ഒരു സ്ഥാനാർത്ഥിത്വം രാജ്യസഭയിലേക്ക് പോകാനുള്ള അവസരം നൽകാമെന്ന് DMK വാഗ്ദാനം ചെയ്യുന്നത്. സാധാരണഗതിയിൽ കോയമ്പത്തൂരിലായിരുന്നു DMK മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് കമൽഹാസൻ മത്സരിച്ചിരുന്നത്, പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന് മക്കൾ നീതി മയ്യം തീരുമാനമെടുക്കുന്നു. പിന്തുണ DMKക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ DMK സ്ഥാനാർത്ഥി കോയമ്പത്തൂരിൽ പാർലമെന്റിലേക്ക് ജയിച്ചു പോകുന്നു. പകരം മക്കൾ നീതി മയ്യത്തിന് ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് നൽകാം എന്ന് DMK വാഗ്ദാനം ചെയ്തിരുന്നു. ആ സീറ്റിലേക്കാണ് ഇപ്പോൾ ഏതാണ്ട് കമൽഹാസൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ 6 സീറ്റുകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത് രാജ്യസഭയിലേക്ക്. അതിൽ 4 സീറ്റുകളിൽ സ്വാഭാവികമായും DMK മുന്നണിക്ക് മക്കൾ നീതി മയ്യത്തിനടക്കം DMK മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷം இந்திய நாட்டின் முழு முதல் ஆட்சியையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவதை சூழலுக்கு உறுதி கூறுகிறது. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, MK സ്റ്റാലിനൊപ്പം എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാഴ്ച. ഈ കമൽഹാസൻ DMKയുമായുള്ള സഹകരണം, രാജ്യസഭാ സ്ഥാനാർത്ഥിയായി കമൽഹാസൻ എത്തുന്നത്, അത് ഏത് തരത്തിലായിരിക്കും തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം? തീർച്ചയായും ഇത് വലിയ രൂപത്തിൽ DMKക്ക് ഗുണം ചെയ്യും. കാരണം മക്കൾ നീതി മയ്യത്തിൻ്റെ പിന്തുണ കൂടി വരുന്നതുകൂടി, അത് മാത്രമല്ല കമൽഹാസനുള്ള ഒരു കരിസ്മാറ്റിക് പവറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തുള്ള ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ഒക്കെ DMK മുന്നണിക്കാണ് ഉപയോഗിക്കാൻ കഴിയും. അത് മാത്രമല്ല പാർലമെന്റിലേക്ക് പോകുന്ന കമൽഹാസൻ നേരിട്ട് ഏറ്റുമുട്ടുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളുമായിട്ടായിരിക്കും. സ്വാഭാവികമായും അത് DMKക്ക് വലിയ ഗുണം ചെയ്യും. കാരണം DMK നേതാക്കളെക്കാൾ ചിലപ്പോൾ ഒരുപക്ഷെ പാർലമെന്റിൽ ഷൈൻ ചെയ്യാൻ കമൽഹാസന് കഴിഞ്ഞേക്കും. അത് മാത്രമല്ല ദ്രാവിഡ രാഷ്ട്രീയവുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാൾ കൂടിയാണ് കമൽഹാസൻ. ഹിന്ദിയെ അടിച്ചേൽപ്പിക്കുന്നു എന്ന വിവാദം, ദ്വിഭാഷാ വിവാദമൊക്കെ തമിഴ്നാട്ടിൽ അലയടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കമൽഹാസൻ പാർലമെന്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും, അത് മാത്രമല്ല മണ്ഡല പുനരേകീകരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. BJPക്കെതിരെ വലിയ വികാരം മണ്ഡല പുനരേകീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം കമൽഹാസന് സ്വാഭാവികമായും ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയും. അത് മാത്രമല്ല ഈ കമൽഹാസൻ്റെ ഒരു ഭാഷാശേഷി, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു കരിസ്മാറ്റിക് പവറെല്ലാം പാർലമെന്റിൽ ഉപയോഗിക്കാൻ ഒരുപക്ഷെ DMKക്ക് കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെയാണ് കമൽഹാസനെ രാജ്യസഭയിലേക്ക് അയക്കാൻ, അല്ലെങ്കിൽ മക്കൾ നീതി മയ്യത്തിന് ഒരു സീറ്റ് നൽകി രാജ്യസഭയിലേക്ക് അയക്കാൻ തന്നെ DMK തീരുമാനിക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ തന്നെ നേരിട്ട് വന്ന് കമൽഹാസനൊപ്പം ഇതിൽ പങ്കെടുക്കുന്നത്, നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വലിയ രാഷ്ട്രീയ സൂചനയാണ്. നേരിട്ടുള്ള പിന്തുണ, സ്റ്റാലിൻ്റെ നേരിട്ടുള്ള പിന്തുണ, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഞാനുണ്ട് എന്ന് നിർദ്ദേശം കൂടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ അത് വ്യക്തമാക്കുകയാണ് സ്റ്റാലിൻ കൂടി ചെയ്യുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുമ്പോൾ, അതായത് BJPയും അണ്ണാ DMKയും ഒന്നിക്കുന്നു. അതുമാത്രമല്ല നടൻ വിജയുടെ TV-ക്ക് ഉദയം ചെയ്യുന്നു. വലിയ രൂപത്തിൽ അവിടെ
സ്വാധീനം ഉറപ്പിക്കാൻ വിജയ് ശ്രമിക്കുന്നു. അങ്ങനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം പല രൂപത്തിൽ മാറി മറിയുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയവും ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കമലഹാസൻ്റെ ഒരു സാന്നിധ്യം DMK-യെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്യും, രാഷ്ട്രീയമായി ഗുണം ചെയ്യും. DMK-യും കോൺഗ്രസും CPM-ഉം മറ്റിടത് പാർട്ടികളും മുസ്ലിം ലീഗും ഒക്കെ അടക്കമുള്ള മുന്നണിയിലേക്ക് കമൽഹാസൻ കൂടി വരുമ്പോൾ സ്വാഭാവികമായും DMK-യെ സംബന്ധിച്ച് അത് ഗുണം ചെയ്യും. അത് മാത്രമല്ല പാർലമെന്റിൽ വലിയ രൂപത്തിൽ കമൽഹാസൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൂടി DMK മുന്നണിക്കും അതുമാത്രമല്ല ഇന്ത്യ സഖ്യത്തെയൊക്കെ വലിയ രൂപത്തിൽ സ്വാധീനിക്കും. കമൽഹാസന് CPM-ഉമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. പിണറായി വിജയൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട്, സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ നേരിട്ടെത്തിയിരുന്നു. അങ്ങനെ ഇടത് പാർട്ടികളുമായി CPM-ഉമായും DMK-യുമായും ഒരേപോലെ ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തുമ്പോൾ, ഒരു സഭാ പ്രാതിനിധ്യം വരുമ്പോൾ, ഒരു ജനപ്രതിനിധി എന്ന ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറുമ്പോൾ, ഇപ്പോൾ സിനിമാ താരം എന്ന രൂപത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മക്കൾ നീതിമയ്യത്തിൻ്റെ ഒരു നേതാവ് മാത്രമാണ് അദ്ദേഹം. അതിനപ്പുറത്തേക്ക് പാർലമെന്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കമൽഹാസൻ രാഷ്ട്രീയം പറയും. ആ രാഷ്ട്രീയം തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയവുമായി വളരെ എന്താ പറയുക വളരെ അടുത്ത് നിൽക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും. അങ്ങനെ കമൽഹാസന് കൂടുതൽ രാഷ്ട്രീയം പറയാനുള്ള സൗകര്യമുണ്ടാകും. അദ്ദേഹം ഇടപെടും. തീർച്ചയായും DMK-ക്ക് അത് തമിഴകത്ത് ശക്തി പകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കമൽഹാസൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. രാജ്യസഭാ സ്ഥാനാർത്ഥിയായി സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം എത്തി. തമിഴക രാഷ്ട്രീയത്തിൽ പുതിയ ഒരു സഖ്യം, പുതിയ ഒരു ചിത്രം രൂപപ്പെടുകയാണ്. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കമൽഹാസൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു.